ഹായ് ഹലോ സഹകാരി റേസ് പ്ലസിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും PYQ സീരീസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് 22/24 എന്നുള്ള ചോദ്യ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കിക്കേടാ, ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. താഴെ എന്താണ്, കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് നമ്മൾ ഏതാണ് ആ വ്യക്തി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണോടാ, മനസ്സിലാക്കണം. നമുക്ക് നോക്കാം അല്ലെ. 1998 കൊടുങ്ങല്ലൂരിൽ ജനനം. എവിടെയാണ്? കൊടുങ്ങല്ലൂരിൽ ജനിച്ചു. നോക്കിക്കേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സജീവ പങ്കാളിത്തം. ഈ വ്യക്തി എങ്ങനെയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സജീവ പങ്കാളിത്തമുള്ള ഒരു വ്യക്തിയാണ്. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ എന്താണ് ആകൃഷ്ടനായി. പിന്നെന്താണ്? അൽ അമീൻ ദിനപത്രത്തിന്റെ എഡിറ്റർ ആണ് അദ്ദേഹം, അല്ലെ, സ്ഥാപകനും അതുപോലെ തന്നെ എഡിറ്ററുമാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണും അല്ലെ. ആ ലാസ്റ്റ് പോയിന്റിൽ അൽ അമീൻ എന്താണ് ദിനപത്രത്തിന്റെ സ്ഥാപകനും അതുപോലെ തന്നെ എഡിറ്ററും എന്നുള്ള ആ പോയിന്റ് വഴി തന്നെ ബാക്കി മൂന്നും കിട്ടിയില്ലെങ്കിലും കിട്ടിക്കാണും അല്ലെ. ആരാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? ആരാണ്? ഓപ്ഷൻ ഡി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആണ്. 1998 കൊടുങ്ങല്ലൂരിൽ ജനിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ എന്താണ് ആകൃഷ്ടനായി. അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും അതുപോലെ തന്നെ എഡിറ്ററും. ഓക്കെ അല്ലേടാ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ്? ഓപ്ഷൻസിൽ ഡൽഹി ഉണ്ട്, അവധ് ഉണ്ട്, ബംഗാൾ ഉണ്ട്, മദ്രാസ് ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? പെട്ടെന്ന് പറഞ്ഞേ. ഓപ്ഷൻ ബി, അവധ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേടാ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കണ്ടെത്തുക. എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനമാണ് 1929 ലാഹോറിൽ വെച്ച് നടന്ന സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തീരുമാനങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി അല്ലെ. ആ സമയത്ത് ആരാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി. ശരിയാണ് അല്ലെ. ഇത് നോക്കിക്കേ, പൂർണ്ണ സ്വരാജ് ആണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതും എന്താണ്? ശരിയാണ്. അടുത്ത് നോക്കിക്കേ, നിസ്സഹകരണ സമരം ആരംഭിക്കുക. ആണോ നിസ്സഹകരണ സമരം ആരംഭിക്കുക എന്നുള്ളത് ലാഹോർ സമ്മേളനം അല്ലെ 1929 ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണോ? അല്ല. അപ്പൊ അതാണ് അവിടുത്തെ തെറ്റ്. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കണം. അതും ശരിയാണ്. അപ്പൊ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്മളിത് ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ്? ഇതിൽ 3 മാത്രമാണ് ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ. ബാക്കിയെല്ലാം എന്താണ് നമ്മുടെ ലാഹോറിൽ വെച്ച് 1929 നടന്ന എന്താണ് സമ്മേളനത്തിൽ ഉണ്ടായ തീരുമാനങ്ങൾ തന്നെയാണ്. ഇനി എന്താണ് നിസ്സഹകരണ സമരം ആരംഭിക്കുക എന്നുള്ളതല്ലേ? അതെപ്പോഴായിരുന്നു? 1920 കൽക്കട്ടയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് എന്ത് നിസ്സഹകരണ സമരത്തിന് എന്താണ് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. എന്താണ്? 1920 എവിടെ വെച്ച് നടന്ന കൽക്കട്ടയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് നിസ്സഹകരണ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ഇനി 1920 എന്താണ് നാഗ്പൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് എന്ത് നമ്മുടെ ഈ ഒരു അംഗീകാരം, ഈ ഒരു നിസ്സഹകരണ സമരത്തിന് ഒരു അംഗീകാരം നൽകിയത് 1920 നാഗ്പൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിലായിരുന്നു. ഓക്കെ അല്ലേടാ? അടുത്ത ചോദ്യം നോക്കിക്കേ. 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ശതാബ്ദി വർഷം അല്ലെ? 1921. വാഗൺ ട്രാജഡി ആണോ, ജാലിയൻ വാല ബാഗ് ആണോ, ക്ഷേത്ര പ്രവേശന വിളംബരമാണോ, വൈക്കം സത്യാഗ്രഹമാണോ? വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് അല്ലെ. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി, വാഗൺ ട്രാജഡി ആണ്. എന്താണ് 1921 താഴെ പറയുന്നവയിൽ എന്താണ് എന്തിന്റെ ശതാബ്ദി വാർഷികമാണ്? വാഗൺ ട്രാജഡിയുടെ ശതാബ്ദി വാർഷികമാണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം അല്ലെ. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ഇവിടെ കുറച്ച് ജോഡികൾ തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കി നോക്കാം അതിൽ കറക്റ്റ് ആയിട്ട് എന്താണ് ഇവയിൽ ശരിയായ ജോഡികൾ അല്ലെ, ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേടാ, കുടിയരശ് EV രാമസ്വാമി നായ്ക്കർ. ശരിയാണ് അല്ലെ. കുടിയരശ് എന്ന് പറയുന്നത് എന്താണ്? EV രാമസ്വാമി നായ്ക്കറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി വിവേകവർദ്ധിനി എന്താണ്? വീരേശലിംഗം. ശരിയാണ്. ഇനി ഗുലാംഗിരി ജ്യോതിറാവു ഫൂലെ, അതും എന്താണ്? ശരിയാണ്. ഇനി സമ്പത്ത് കൗമുദി ശ്രീനാരായണ ഗുരു ആണോ? സമ്പത്ത് കൗമുദി ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണോ? അല്ല. അതെന്താണ്? രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ്ട തെറ്റായിട്ടുള്ള ജോഡി? 4ാമത്തതാണ് എന്ത് തെറ്റായിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ശരി? 1, 2, 3 ശരിയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 1, 2, 3 ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ,
അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണന അടിസ്ഥാന ക്രമത്തിൽ അല്ലെ ഓരോ സംഭവങ്ങളും നടന്ന ഓർഡറിൽ എന്ത് ചെയ്യുക, ക്രമീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. നോക്കിക്കേ, ഫ്രഞ്ച് വിപ്ലവം ഉണ്ട്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഉണ്ട്, റഷ്യൻ വിപ്ലവം, അതുപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും അവിടെ ഉണ്ട്. ഇതിൽ ഏതാണ്ട് ആദ്യം നടന്നത് ഏതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് അല്ലെ. രണ്ടാമത് നടന്നത് ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. മൂന്നാമത് ഫ്രഞ്ച് വിപ്ലവം, നാലാമത് റഷ്യൻ വിപ്ലവം. അപ്പൊ ഏതാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്? നോക്കിക്കേ, ആദ്യം തന്നെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. വരുന്ന എന്താണ്? 2 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ ബി ഉണ്ട്, ഓപ്ഷൻ സി ഉണ്ട് അല്ലെ. ഇത് നമുക്ക് എന്താണ് അടുത്ത് വരുന്ന ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പൊ തന്നെ ഉത്തരം കിട്ടി. ഓപ്ഷൻ സി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ആദ്യം നടന്ന ഏതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, പിന്നെ അടുത്ത ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം, അതുപോലെ തന്നെ റഷ്യൻ വിപ്ലവം. അങ്ങനെയാണ് ആ ഒരു ഓർഡർ വരുന്നത്. അടുത്ത് നോക്കിക്കേ, വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്സ് അല്ലെ, ഒരു ഇനം സിൽക്കാണ്. നോക്കിക്കേ, വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്ക് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? രാജസ്ഥാൻ, ആസാം, ബീഹാർ, അതുപോലെ മഹാരാഷ്ട്ര ഉണ്ട്. മൂഗ സിൽക്സ് ആണ്. ഏത് സംസ്ഥാനമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ബി, ആസാമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് മൂഗ സിൽക്സ് എന്ന് പറയുന്നത്. ഉത്തരം കിട്ടിയായിരുന്നു എല്ലാവർക്കും? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? എന്താണ്? GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായിട്ട് നിർണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? എത്രയാണ്? 1 ഉപഗ്രഹം മതിയോ, അതോ 2 ഉപഗ്രഹം വേണോ, 3 ഉപഗ്രഹമാണോ, അതോ 4 ഉപഗ്രഹമാണോ? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി, 4 ഉപഗ്രഹം എന്നുള്ളതാണ് അവിടെ ശരിയായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടൈൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ടൈൽ നദി. ഓക്കെ, ടൈൽ നദി ഏത് നദിയുടെ പോഷക നദിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഓപ്ഷൻസിൽ മഹാനദി ഉണ്ട്, ലൂണി ഉണ്ട്, ഗോദാവരി ഉണ്ട്, കാവേരി ഉണ്ട്. ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ എ, മഹാനദിയുടെ പോഷക നദിയാണ് ടൈൽ നദി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ റാബി വിളയായിട്ട് കൃഷി ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ചോളം, കടല അല്ലെ. ഓപ്ഷൻ എ, ചോളം, കടലയുണ്ട്. ഓപ്ഷൻ ബി, ഗോതമ്പ്, ജോവർ ഉണ്ട്. ഓപ്ഷൻ സി, നെല്ല്, പരുത്തി. ഓപ്ഷൻ ഡി, ബാർലി, അതുപോലെ തന്നെ പയറുവർഗം. ഏതാണ്? റാബി വിളയാണ്. റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നതിൽ ഏതാണ്? ബാർലിയും അതുപോലെ തന്നെ പയറുവർഗവുമാണ്. ബാർലിയും അതുപോലെ തന്നെ പയറുവർഗവും. ഓക്കെ, ഇനി ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം മഴ ലഭിക്കുന്ന പ്രദേശം ഏത്? ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ഹിമാലയമാണോ, പശ്ചിമഘട്ടമാണോ, മേഘാലയ പീഠഭൂമിയാണോ, പൂർവ്വഘട്ടമാണോ? എവിടെയാണ് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം? ഏതാണ്? നമ്മുടെ ഓപ്ഷൻ ബി, നമ്മുടെ പശ്ചിമഘട്ടമാണ്. ഓക്കെ, ഉത്തരം ഏതാണ്? പശ്ചിമഘട്ടം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തീപായ് മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? എന്താണ്? തീപായ് മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഇന്ത്യ ബംഗ്ലാദേശ് ആണോ? ഇന്ത്യ നേപ്പാൾ ഉണ്ട്, ഇന്ത്യ ചൈനയുണ്ട്, ഇന്ത്യ ഭൂട്ടാൻ ഉണ്ട്. ആരും തമ്മിലുള്ള തർക്കത്തിന് ഇതിലാണ് ഈ ഡാം ഉള്ളത്. നമ്മുടെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ് അല്ലെ. ഇന്ത്യയും ബംഗ്ലാദേശും. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ, ഇന്ത്യ അതുപോലെ തന്നെ ബംഗ്ലാദേശുമായിട്ടുള്ള തർക്കമാണ് അല്ലെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. നബാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. ഓപ്ഷൻ രണ്ടാമത്തെ നോക്കിക്കേ, കൃഷിക്കും ഗ്രാമ വികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്ക് ആണ് നബാർഡ് എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ് അല്ലെ. 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ നബാർഡുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഒന്നുകൂടെ നോക്കാം. ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് എന്ത് ചെയ്തത്? രൂപീകരിക്കപ്പെട്ടത്. അത് ശരിയാണല്ലേ. ഇനി നോക്കിക്കേ, കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്ക് ആണ് നബാർഡ് അല്ലെ. നബാർഡിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത്. അപ്പൊ ഇത് ശരിയാണ്. അടുത്തതാണ് നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. അതും ശരിയാണ്. അപ്പൊ ഇതിൽ ഏതാണ്ട് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണല്ലേ. 1, 2, 3 എല്ലാം ശരിയെന്നുള്ളത് ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?
അടുത്ത ചോദ്യം നോക്കാം. വരുമാനവും തൊഴിലും ഉറപ്പാക്കി എന്താണ് 6429 കുടുംബാംഗങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബാംഗങ്ങളെ എന്താണ് 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? അതിജീവനം പദ്ധതിയാണോ, ഉപജീവനം പദ്ധതിയാണോ, അതോ ജീവനം പദ്ധതിയാണോ, ഉജ്ജീവനം പദ്ധതിയാണോ? ഏതാണ്ട് ഉത്തരമായിട്ട് വരുന്നത്? പെട്ടെന്ന് പറഞ്ഞേ. ഓപ്ഷൻ ഡി, ഉജ്ജീവനം പദ്ധതിയാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗോൾഡൻ റവല്യൂഷൻ അല്ലെങ്കിൽ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഗോൾഡൻ റവല്യൂഷൻ അല്ലെങ്കിൽ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? മുട്ടയാണോ, മത്സ്യകൃഷിയാണോ, അതോ ഹോർട്ടിക്കൾച്ചർ ആണോ, പെട്രോളിയം ആണോ, അതോ എന്താണ്? മത്സ്യകൃഷി, ഹോർട്ടിക്കൾച്ചർ, മുട്ട, പെട്രോളിയം. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗോൾഡൻ റവല്യൂഷൻ? ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹോർട്ടിക്കൾച്ചർ അല്ലെ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അല്ലെ, ഹോർട്ടിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്? ഗോൾഡൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? അറിയാമെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഏതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? പാകിസ്ഥാൻ, ചൈന, ഇന്ത്യ, ബ്രസീൽ ഓപ്ഷൻസിലുണ്ട്. ഏതാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി, നമ്മുടെ ഇന്ത്യയാണ് എന്താണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? PC മഹലാനോബിസ്, അതുപോലെ തന്നെ M വിശ്വേശ്വരയ്യ, പിന്നെന്താണ് KN രാജ് ഉണ്ട്, സുഖമോയ് ചക്രവർത്തി ഉണ്ട്. ആരാണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലെ. ഓപ്ഷൻ എ, PC മഹലാനോബിസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം ഏതാണെടാ? 109 ആണോ, 209 ആണോ, 74 ആണോ, 169 ആണോ? ഏത് അനുച്ഛേദമാണ്? 109. ഓപ്ഷൻ എ 109 ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ കൺകറന്റ് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? പൊതുജനാരോഗ്യം, മായം ചേർക്കൽ, തൊഴിൽ, വ്യാപാരവും വാണിജ്യവും. ഇതിൽ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? മായം ചേർക്കൽ, അതുപോലെ തന്നെ തൊഴിൽ അല്ല. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല ഏതൊക്കെയാണ്? നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയായിട്ട് വരുന്നത് നോക്കുക. സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുക, വോട്ടർ പട്ടിക തയ്യാറാക്കുക, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുക. ആണോ? ഇത് മൂന്നും നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് വരുന്ന ചുമതലകളാണോ? അല്ല. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ് എന്ത്? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയായിട്ട് വരുന്നത്. അപ്പൊ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്, ബി 1949 ഡിസംബർ 9 കൽക്കട്ടയിൽ വെച്ച്, 1949 ഡിസംബർ 6 ബോംബെയിൽ വെച്ച്, പിന്നെ 1946 ഡിസംബർ 6 അമൃത്സറിൽ വെച്ച്. എവിടെയാണ് ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 1940 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത് ഏത് കമ്മിറ്റിയാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ചോദിക്കുന്നത്. ഏതാണ്? അശോക് മേത്ത കമ്മിറ്റിയാണോ, ഹനുമന്തറാവു കമ്മിറ്റിയാണോ, അതോ PK തുങ്കൻ കമ്മിറ്റിയാണോ? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി, PK തുങ്കൻ കമ്മിറ്റിയാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് താഴെ തന്നിരിക്കുന്ന ഉത്തരവുകൾ ഏതാണ് ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഹേബിയസ് കോർപ്പസ് ഉണ്ട്, കോ വാറന്റും ഉണ്ട്, സേർഷ്യോർ. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? നമുക്ക് അറിയാം അല്ലെ. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇത് മൂന്നും വരും അല്ലെ. ഹേബിയസ് കോർപ്പസും ഈ 3 ആൾക്കാരും വരും അല്ലെ. അപ്പൊ എന്താണ് താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഏതാണ്? ഈ 3 ആൾക്കാരും വരും. അപ്പൊ ഓപ്ഷൻ സി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തതിൽ നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? രാജ്യത്തിന്റെ പ്രതിരോധമാണോ, അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വമാണോ, ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണോ, അതോ പരിസ്ഥിതി സംരക്ഷണമാണോ? ഏതാണ്?
അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും വരും. അതുപോലെ തന്നെ എന്താണ് പരിസ്ഥിതി സംരക്ഷണം അല്ലെ. അപ്പൊ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. സ്വത്തവകാശത്തെ എന്താണ് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതെന്നാണ്. അല്ലെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഏതാണ് സ്വത്തവകാശത്തെ നമ്മുടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭേദഗതി ഏതാണ്? 52, 44, 39, 42 ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ. 44 എന്നുള്ളതാണ് അടുത്ത ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനർസംഘടനാ നിയമം അംഗീകരിച്ചത് എന്നാണെന്നാണ് ചോദിക്കുന്നത്. 2019 ഓഗസ്റ്റ് 5-നാണോ, 2019 ഓഗസ്റ്റ് 15-നാണോ, 2019 സെപ്റ്റംബർ 5-നാണോ, അതോ 2018 ഓഗസ്റ്റ് 5-നാണോ? ഏതാണ്ട് ഉത്തരമായിട്ട് വരുന്നത്? പാർലമെന്റ് ജമ്മു കാശ്മീർ പുനർസംഘടനാ നിയമം അംഗീകരിച്ചത് 2019 ഓഗസ്റ്റ് 5-നാണ് അല്ലെ. ഓപ്ഷൻ എ 2019 ഓഗസ്റ്റ് 5 എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതി കാലമാണ് അല്ലെ. നോക്കിക്കേ, 2019 തൊട്ട് 2024 വരെയാണോ, 2022 തൊട്ട് 2027 വരെയാണോ, അതോ 2023 തൊട്ട് 2028 വരെയാണോ, അതോ 2024 തൊട്ട് 2029 വരെയാണോ? ഏതാണ്ട് കേരളത്തിലെ 14ാം പഞ്ചവത്സര കാലം എന്ന് പറയുന്നത് 2022 ടു 2027. ഓപ്ഷൻ ബി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. അല്ലാത്തത് ഏത്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏത്? നോക്കിക്കേ, താലോലം, സ്നേഹപൂർവം, ശ്രുതി തരംഗം, കുടുംബശ്രീ. അപ്പൊ നമുക്കറിയാം താലോലം, സ്നേഹപൂർവ്വം, ശ്രുതി തരംഗം ഇതൊക്കെ എന്താണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതിയുടെ ഇതിൽ വരുന്നതാണ്. ഇതിൽ വരാത്തത് ആരാണ്? കുടുംബശ്രീയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? കുടുംബശ്രീയാണ്. 29 കുടുംബശ്രീയാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ 4 മാത്രം എന്നൊരു ഉത്തരം അവിടെ ഉണ്ടോ? ഓപ്ഷൻ ഡി ഉണ്ടല്ലോ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടന അനുച്ഛേദം ഏതാണ്ട്? ഇതില് ഏത് അനുച്ഛേദമാണ്? കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2023 ഏപ്രിൽ 1 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവ് എത്രയായിരുന്നു? 22 രൂപയായിരുന്നു. ഓക്കെ. അടുത്ത ചോദ്യം, പട്ടിക 1 ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പട്ടിക 2 ഗുണഭോക്താക്കൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അതായത് എന്താണ്? ആദ്യത്തെ പട്ടികയിൽ എന്താണ്? ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ പട്ടികയിൽ എന്താണ്? ഗുണഭോക്താക്കളെ കുറിച്ചാണ് നൽകിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ അറേഞ്ച് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന ഏത് കോഡാണ് കറക്റ്റ് എന്നുള്ളത് പറയണം. ഓക്കെ. മന്ദഹാസം പദ്ധതി ഏതാണ്ടാ? BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർ. പിന്നെ സമന്വയ പരിപാടി ഏതാണ്? ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലെ. അടുത്ത അഭയകിരണം പദ്ധതി ഏതാണ്? നിരാലംബരായിട്ടുള്ള വിധവകൾ. പിന്നെ നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീമാണ്. അത് ഏതാണടാ? 3ാമത്തെ ആണ് അല്ലെ. ഭിന്നശേഷി ഉള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? എ എന്ന് പറയുന്ന 4 ആണ്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ അല്ലെ. ഓപ്ഷൻ എ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് അല്ലെ. കറക്റ്റ് അല്ലേ? 4, 5. ബി എന്ന് പറയുന്നത് 5 ആണ്. സി എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ എ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. അടുത്തിടെ ലോകാരോഗ്യ സംഘടന അല്ലെ R21 മാട്രിക്സ് M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടി അംഗീകരിച്ചത്? 5ാം പനിയാണോ, മങ്കി പോക്സ്, മലേറിയ ഒക്കെ ഓപ്ഷൻസിലുണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി മലേറിയ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. നോക്കാം. താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നോക്കിക്കേ, ഒരു അവകാശവാദം തന്നിട്ടുണ്ട്, പിന്നെ ഒരു കാരണം തന്നിട്ടുണ്ട്. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. ആണല്ലോ, ശരിയല്ലേ? ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്ന് അറിയപ്പെടുന്നു. അപ്പൊ അത് ശരിയാണ്. ഈ അവകാശവാദം ശരിയാണ്. ഇനി നോക്കിക്കേ, അടുത്ത കാരണം നോക്കാം. ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. ആണോ? ശരിയാണോ? ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നുള്ളത് ശരിയാണോ? അല്ല. അപ്പൊ ഈ കാരണം എന്താണ്? ഈ പറയുന്ന അവകാശവാദവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല. അപ്പൊ ഏതാണ്? വാദം ശരിയാണ്, പക്ഷെ കാരണം കാരണം തെറ്റാണെന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. വാദം ശരിയാണ്, പക്ഷെ കാരണം തെറ്റാണ്. ഇനി നോക്കിക്കേ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, B2 വിറ്റാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്
തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം, ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യം. ഈ രോഗം കൂടുതലായും കൂടുതലായുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. പിന്നെന്താണ്? ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശീവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നു. എന്താണ്? ബെറിബെറി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. നോക്കിക്കേ, B2 അഭാവം ആണോ? B2 അഭാവമാണോ? B1 അഭാവമാണോ? ഇതെന്താണ്? തെറ്റാണ്. തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ശരിയാണ്. ശിശുക്കളിലും ചെറിയ കുട്ടികളിലും ഉണ്ടാകുന്ന പോഷകാഹാര വൈകല്യം തെറ്റ്. ഈ രോഗം കൂടുതലായുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നത് കണ്ടുവരുന്നു. അതുപോലെ എന്താണ്? ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശീവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. അപ്പൊ ഏതാണ്ട് ഉത്തരമായിട്ട് വരുന്നത്? 3, 2, 4, 5 ആണ് അല്ലെ? 2, 4, 5 ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2023 ഐക്യരാഷ്ട്ര സഭയുടെ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വെച്ചാണ്? സൗദി അറേബ്യ, ഖത്തർ ഉണ്ട്, UAE ഉണ്ട്, ഒമാൻ ഉണ്ട്. 2023 ഐക്യരാഷ്ട്ര സഭയുടെ കാലാവസ്ഥ വ്യതിയാന സമ്മേളനമാണ് എവിടെ വെച്ചാണ് നടന്നത്? ഓപ്ഷൻ സി, UAE വെച്ചാണ് നടന്നത്. 37ാമത്തെ നോക്കിക്കേ, T ലിംബോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏത്? തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട്, തൈമസ് ഗ്രന്ഥി ഉണ്ട്, അഡ്രിനൽ ഗ്രന്ഥി ഉണ്ട്, പിന്നെന്താണ്? ഗൊണാഡുക്കൾ ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? തൈമസ് ഗ്രന്ഥിയാണ് അല്ലെ? തൈമസ് ഗ്രന്ഥി. ഓപ്ഷൻ ബി തൈമസ് ഗ്രന്ഥിയാണ് T ലിംബോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏത് താപനിലയെ സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? ഏത് താപനിലയിലാണ് നമ്മുടെ സെന്റിഗ്രേഡ് സ്കെയിലും അതുപോലെ തന്നെ ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കുന്നത്? അല്ലെ, 40 ഡിഗ്രി ഉണ്ട്, -40 ഡിഗ്രി, 37 ഡിഗ്രി, അതുപോലെ തന്നെ -80 ഡിഗ്രി. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി -40 ഡിഗ്രിയാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത് നോക്കിക്കേ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എങ്ങനെയായിരിക്കും? പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തിന് ആനുപാതികമാണോ അതോ പ്രകാശത്തിന്റെ ആവൃത്തിക്ക് ആനുപാതികമാണ്? പിന്നെ പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്, പ്രകാശത്തിന്റെ വേഗതയ്ക്ക് ആനുപാതികമാണ്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമായി വരുന്നു എന്നുള്ളതാണ് അല്ലെ? ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? നോക്കി, ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? ആവൃത്തി, തരംഗ ദൈർഘ്യം, വേഗത, വ്യാപ്തി. ഏതിനാണ് മാറ്റമില്ലാത്തത്? ആവൃത്തിക്കാണ് മാറ്റമില്ലാത്തത്. ഇനി ചന്ദ്രയാൻ 3 അല്ലെ, 3ന്റെ റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ഏതാണ്? ഓക്സിജൻ, ഹൈഡ്രജൻ, സൾഫർ ഓപ്ഷൻസിലുണ്ട്. പിന്നെ എയും സിയും എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഏതാണ്? ഓക്സിജന്റെ സാന്നിധ്യവും അതുപോലെ തന്നെ സൾഫറിന്റെ സാന്നിധ്യവും അല്ലെ? അപ്പൊ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അക്വാറീജിയ ഏതിന്റെ ഒരു മിശ്രിതമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. HCl H2SO4 ആണോ? HNO3 H2SO4 ആണോ? HCl HNO3 അതോ HNO3 CH3 COOH? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? അക്വാറീജിയ. ഓപ്ഷൻ സി ആണ് അല്ലെ? HCl HNO3 ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. NaHCO3 ആണോ? Na2CO3 പിന്നെ 10H2. ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഇരുമ്പാണോ, അലുമിനിയം ആണോ, വെള്ളിയാണോ, ചെമ്പാണോ? ഏതാണടാ? ഓപ്ഷൻ ബി അലുമിനിയം ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി അലുമിനിയം. അടുത്ത്, ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ജോൺ ഡാൾട്ടൺ ആണ്. ആരാണ്? ഓപ്ഷൻ ഡി ജോൺ ഡാൾട്ടൺ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? ചിമാൻഡ അഡിച്ചിയാണോ അതോ മിറിയം മക്കേബ ആണോ, വാങ്കരി മാതായി ആണോ, എലൈൻ ജോൺസൺ സിർലീഫ് ആണോ? ആരാണ്? വാങ്കരി മാതായി ആണ് അല്ലെ? വാങ്കരി മാതായി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ദ സിറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിന്റെ രചയിതാവ് അല്ലെ? ആരാണ്? ആന്റൺ ചെക്കോ ഉണ്ട്, വില്യം കാർലോസ് വില്യംസ് ഉണ്ട്, പിന്നെ ആർതർ കൊനാൻ ഡോയിൽ ഉണ്ട്, AJ ക്രോണിൻ ഉണ്ട്. നമുക്കറിയാം AJ ക്രോണിൻ ആണ് അല്ലെ? ഓപ്ഷൻ ഡി AJ ക്രോണിൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ,
അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? ഏതാണ് അലാമിക്കളി? ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ്? ആലപ്പുഴ, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ്. എവിടെയായിട്ട് കണ്ടുവരുന്നതാണ്? കാസർഗോഡാണ് അല്ലെ. ഓപ്ഷൻ ഡി കാസർഗോഡാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ? സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ? എല്ലാത്തിലും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? ഇത് പറഞ്ഞ മഹാകവി ആരാണ്? കുമാരനാശാനാണോ, പി കുഞ്ഞിരാമൻ നായരാണോ, അതോ വള്ളത്തോൾ നാരായണ മേനോനാണോ, അതോ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ആണോ? ആരാണ് ഇത് പറഞ്ഞത്? ഓപ്ഷൻ ബി പി കുഞ്ഞിരാമൻ നായർ. ആരാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി പി കുഞ്ഞിരാമൻ നായരാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. 2023 പുറത്തിറക്കിയ ദി കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? 2023 പുറത്തിറക്കിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ പുറത്തിറക്കിയത് ആരാണ്? എബ്രഹാം വർഗീസ് ആണോ, അനിത ദേശായി ആണോ, അമിതവ് ഘോഷ് ആണോ, അരവിന്ദ അഡിഗയാണോ? ആരാണ് ഉത്തരമായിട്ട് വരുന്നത്? എബ്രഹാം വർഗീസ്. ഓപ്ഷൻ എ എബ്രഹാം വർഗീസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ. DGP, PA2 DGP, DIG ഉണ്ട്, പിന്നെന്താണ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കുക. 2025 വിവരാവകാശ നിയമത്തിന്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ് അല്ലെ? ഏതാണ്? CISF ആണോ, പിന്നെന്താണ് അസം റൈഫിൾസ്, അതുപോലെ തന്നെ CRPF ഉണ്ട്, വിജിലൻസ് ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്ന? ഓപ്ഷൻ ഡി ആണ് അല്ലെ, വിജിലൻസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി ലഭിക്കുന്നുള്ള പരമാവധി സമയം എത്രയാണ്? 2 മാസം, 14 ദിവസം, 30 ദിവസം, 6 മാസം. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ, 30 ദിവസം അല്ലെ. 30 ദിവസം എന്നുള്ളതാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്, വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന കോടതി വിധിയുള്ളവ, ഒരു സർക്കാർ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ, പിന്നെന്താണ് പൊതുസ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വവും, പിന്നെന്താണ് ചുമതലകളും സംബന്ധിച്ച വിവരങ്ങൾ, ഉദ്യോഗസ്ഥരുടെ പ്രതിഫല വിവരങ്ങൾ. ഏതാണ്? വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതാണ്. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന കോടതി വിധിയുള്ളവ അല്ലെ. അതാ മാത്രമാണ് എന്ത് ചെയ്തത്? ഒഴിവാക്കപ്പെട്ടത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത്. നോക്കിക്കേ. വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി, പിന്നെ ലോകസഭ പ്രതിപക്ഷ നേതാവ് അല്ലെ. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉൾപ്പെടാത്തത് ആരാണ് ഇതില്? വൈസ് പ്രസിഡന്റ് ആണ്. ആരാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ വൈസ് പ്രസിഡന്റ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, മുൻ ചീഫ് ജസ്റ്റിസ് ആണ്. പിന്നെ സുപ്രീം കോടതി ജഡ്ജ് ഉണ്ട്, ഏതെങ്കിലും ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജ്. ഏതാണ്? 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആണ്. ഓപ്ഷൻ എ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആ വകുപ്പ്? 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏതാണ്? ആ വകുപ്പ് അല്ലെ. ഓപ്ഷൻ ബി വകുപ്പ് 2 1 സി അല്ലെ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ അല്ലെ, വാർഷിക അതുപോലെ തന്നെ പ്രത്യേക റിപ്പോർട്ടുകളൊക്കെ സമർപ്പിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്, അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്ക്. ആർക്കാണ് റിപ്പോർട്ടുകളൊക്കെ സമർപ്പിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ്. ആർക്കാണ്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ്. അടുത്ത ചോദ്യം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാഗ്ന കാർട്ട, അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക, ഇന്ത്യൻ ഭരണഘടനയുണ്ട്, UN ചാർട്ടർ ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. ഓക്കെ,
ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് എത്രയാണെന്നാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷനിൽ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയുടെ എന്താണ് അധികാര കാലയളവ് എത്രയാണ്? അധികാര കാലയളവ് 3 വർഷ കാലയളവ് പുനർനിയമന യോഗ്യതയുണ്ട്, 3 വർഷ കാലയളവ് പുനർനിയമന യോഗ്യതയില്ല, പിന്നെ എന്താണ് 5 വർഷ കാലയളവ് പുനർനിയമന യോഗ്യതയുണ്ട്, 5 വർഷ കാലയളവ് പുനർനിയമന യോഗ്യത ഇല്ല. ഏതാണ്ട് ഉത്തരമായിട്ട് വരുന്നത്? 3 വർഷ കാലയളവ് പുനർനിയമന യോഗ്യത ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. 3 വർഷ കാലയളവ് പുനർനിയമന യോഗ്യത ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോ ഇന്ന് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ സഹകാരിയുടെ PYQ സീരീസ് എന്ത് ചെയ്യുക, കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ദിവസം നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന സീരീസിലൂടെ പഠിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ക്ലാസ്സിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.